ഞങ്ങൾ പെട്ടു ഗൈസ്. ഞങ്ങളത് തുഫയിൽ റൂം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അവിടെ പോയി കാശ് കൊടുത്തിട്ട് തുഫയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ലിസ്ബണിലോട്ട് പോകാൻ ഒരു മിനിറ്റ് കാർഡ് റിമൂവ് ചെയ്യും. ഗൈസ്, ഞങ്ങളിത് ലിസ്ബണിൻ്റെ കുറച്ച് ഔട്ടറിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഇതിലാണ്. കാര്യം ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. കാര്യം നമുക്ക് ലിസ്ബണിൽ യൂസ് ചെയ്യുന്ന ടിക്കറ്റ് ഈ ഒരു ഭാഗത്ത് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഞാൻ ദുഫയിൽ നോക്കുകയാണ്. കാര്യം സമയം ഏകദേശം 12:45 രാത്രിയായി. അതുകൊണ്ട് ബസ്സൊക്കെ വളരെ കുറവാണ്. നമുക്ക് എന്താണെങ്കിലും ടിക്കറ്റ് എടുക്കാം. കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മളത് പ്ലാറ്റ്ഫോമിൽ വന്നു. ഞങ്ങളത് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ട്രെയിനിന് എടുത്ത് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി. നമുക്ക് എന്തായാലും ട്രെയിൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടിക്കറ്റിന് ഏകദേശം €3 ആയി ഗൈസ്. ഞങ്ങൾ പെട്ടു ഗൈസ്. ഞങ്ങളത് തുഫയിൽ റൂം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അവിടെ പോയി കാശ് കൊടുത്തിട്ട് തുഫയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ലിസ്ബണിലോട്ട് പോകാൻ വേണ്ടി വന്നതാണ്. കാര്യം ബസ് ഇല്ല. കിട്ടിയ ബസ്സാണെങ്കിൽ ഏകദേശം 3 ബസ് കയറിയിട്ട് വേണം പോകാൻ. അപ്പം ഞങ്ങളിത് ലിഫ്റ്റ് അടിച്ച് ഹിച്ച്കിങ് അടിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. ഈ ബസ്സിലും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലിസ്ബണിൽ ഏകദേശം ഒരു ദിവസത്തേക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ €6.50 ആണ്. €7 എടുത്താവും. പക്ഷേ അല്ല, ഒരൊറ്റ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരൊറ്റ സൈഡിൽ നമുക്ക് പോക്ക് കിടക്കുള്ളൂ. അതിന് €1.50 ആവും. എടുത്ത ടിക്കറ്റ് ബസ് ഓർ മെട്രോ അല്ല എടുത്ത. മെട്രോ മാത്രമാണ് 24 മണിക്കൂറത്തേക്ക് എടുത്തത്. അടിപൊളി. മെട്രോ മാത്രമാണ് 24 മണിക്കൂർ എടുത്തേക്കുന്നത്. പാരീസിൽ പിന്നെ ഈ പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മാസം ചെയ്യാൻ €40 ഉള്ളൂ. പക്ഷെ €40 ചെയ്യുന്നതല്ല പ്രശ്നം. നമുക്കൊരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ കാർഡ് നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങൾ ലിസ്ബണിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാറിയുള്ള സ്ഥലത്താണ്. ഇവിടെ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ 1.25 മണിക്കൂർ പിടിക്കും. ബസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം. ഇപ്പം എന്തായാലും കണ്ടില്ല ഗൈസ്, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഇപ്പം എന്തായാലും ഞാനും തുഫയിൽ നിൽക്കുകയാണ് ഗൈസ്. ഒരു ബസ് കിട്ടി. ബസ്സിൽ നമ്മുടെ ബസ്സുകാരൻ ജീവനക്കാരന് മനസ്സിലായി, നമ്മുടെ ബസ് ഓടിക്കുന്ന ആൾക്ക് മനസ്സിലായി നമ്മുടെ ഈ ടിക്കറ്റ് ഇത് വർക്കാകുന്നില്ല. പുള്ളിക്കാരൻ ഓർത്ത് നമ്മളത് ഉടായ്പ കാണിക്കാമെന്ന് ഓർത്ത്. പക്ഷേ എന്താണ്, നമ്മളെ കയറ്റി വിട്ടു. ഞങ്ങളിത് അടുത്ത ബസ് കാത്തിരിക്കുകയാണ്. ഈ ബസ് കിട്ടി. ഇവിടെ നിന്നൊരു 22 സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്തൊരു ബസ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇപ്പം സമയം ഇവിടെ എത്രയായി തുഫേലെ? 1:35 ടൈമായി ഗൈസ്. ഇപ്പം എന്തായാലും നമുക്ക് വണ്ടി നോക്കിയിരിക്കാം. ഓക്കെ, വണ്ടി നമുക്ക് ലിഫ്റ്റ് ഹിച്ച്കിങ് അടിക്കാം. ഓരോരോ വട്ടെന്ന് പറയാനല്ലാണ്ട് നമുക്ക് എന്തായാലും ഉടനെ ഹിച്ചിങ് അടിക്കാം. ലിസ്ബണിൻ്റെ മണ്ണിൽ, പോർച്ചുഗലിൻ്റെ മണ്ണിൽ നമ്മൾ ഹിച്ചിങ് അടിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ 9 മണിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ദുബൈയിലായിട്ട് പോയി ഇവിടുത്തെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്റ് എടുക്കാറുണ്ട്. അപ്പം രാവിലെ 9 മണിക്ക് അവിടെ എത്തണം. അപ്പം സമയം വെളുപ്പിന് 2:30 മണിയായി. 2:30 മണിയാടാ? 1:30 കാര്യം ഇവിടെ ഫ്രാൻസിലെ ടൈമാണ് കിടക്കുന്നത്. ഫ്രാൻസിൽ ഇപ്പോൾ 2:30. ഇവിടെ 1 മണിക്കൂർ ബാക്കിലാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനും ദുബൈയിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഇറങ്ങണമെന്ന് ഇങ്ങനെ മടുത്തു ഗൈസ്. തുഫയിലും മടുത്തു ഗൈസ്. തുഫയിൽ അവശനായി. നോക്ക്, അവനെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റൂല. ഇനി പോയി കിടന്ന് ഉറങ്ങുക, വേറൊരു മാർഗമില്ല. ഇനി എവിടെ വെള്ളം കിടന്ന് കൂടുന്ന ആളാണ്. അതുകൊണ്ട് വിഷയമില്ല. എവിടെ വെള്ളം ഇരിക്കുന്നിടത്ത് കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ലാത്ത ആളാണ്. ആണ് തുഫയിലെ. നല്ല അടിപൊളി റൂം പയ്യനെടുത്ത് പോയി. നമ്മുടെ അവിടെ താമസിക്കുന്ന മൊത്തം മലയാളീസാണ്. അപ്പോൾ നാളെ മുതൽ അവിടെയാണല്ലോ തുഫയിലെ. വിത്ത് ഫുഡ് എത്ര രൂപയുടെ പറഞ്ഞത്? വിത്ത് ഫുഡ് €300. €290 ഫുഡിന് ഒരു മാസം. ഇപ്പം €190 കൊടുത്തിട്ടാണ് പയ്യൻ കയറിയത്. നിങ്ങൾ അത്യാവശ്യം വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. കാര്യം രാത്രി 1:30 ആയില്ലേ. ഇവിടെ മൊത്തത്തിൽ എല്ലാവരും കിടന്ന് ഉറങ്ങിയ ടൈമായി. തുഫയിൽ സത്യം പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലിസ്ബൺ വരെ വന്നതാണ്.
favor. Apsibilidade. Fique sem gasolina no carro. Não te എന്തോ കാശ് വയ്ക്കണമെന്നാണ് ഗൈസ്, അറിയില്ല. Apsibilidade não. നിർത്തിയ ഫോണും കൊണ്ട് ഞാൻ പോകും. ജസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നാളെ എന്താണ് സിറ്റിയൊക്കെ നല്ല ക്ലീനാണ്. പോർച്ചുഗൽ തൊട്ട് ടൗണിൽ നിന്നൊരു 1 മണിക്കൂർ മാറിയാണ്. നമുക്ക് നിങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിലെ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മോഡലാണ്. കാര്യം യൂറോപ്പിൽ തന്നെ എല്ലായിടം തന്നെ ഇങ്ങനെയുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് നമുക്ക് കാണാൻ പറ്റും. കാര്യം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, കുഴപ്പമില്ല. പക്ഷേ ഫ്രാൻസിനെയും ബെൽജിയത്തിനൊക്കെ അപേക്ഷിച്ച് അത്രയും ഒരു പ്രീമിയം ഉള്ളത് മാത്രം. നമുക്കത് ആ കെട്ടിടങ്ങളിൽ പോലും നമുക്ക് മനസ്സിലാവും. കാര്യം പോർച്ചുഗലിൽ നമുക്ക് തനിമ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ലോറി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ലോറി നമുക്ക് ലിഫ്റ്റ് തരുമെന്ന് നോക്കാം. വണ്ടി വരുന്നില്ല ഗൈസ്. അത് വേസ്റ്റ് വണ്ടിയാടാ അത്. ഞാനോർത്തേ നമ്മൾ ലിഫ്റ്റ് പോയിക്കാന്ന്, ഇത് വേസ്റ്റ് വണ്ടിയാണ്. ഇവിടെ എന്താണ് ഈ സമയത്താണ് വേസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ. തുഫയിലേ, നമ്മളിവിടെയൊക്കെ വെളുപ്പിനല്ലേ 7 മണി 8 മണിക്കല്ലേ ഇവിടെ ഈ ടൈമിലാണ് വേസ്റ്റ് എടുക്കാൻ വരുന്നത്. കണ്ടില്ലേ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ എപ്പോൾ ആവുമെന്തോ അറിയില്ല. നിങ്ങൾക്ക് കാണാൻ കഴിച്ചു കണ്ടോ, രാവിലെ ഈ ഒരു രാത്രി തന്നെ ഈ ഒരു ടൈമിൽ മൊത്തം വേസ്റ്റുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ മനുഷ്യര് തിരിഞ്ഞും പാഞ്ഞും ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വേസ്റ്റ്. ഇവിടെ ആ സമയത്ത് വേസ്റ്റ് വണ്ടി ഒന്ന് റോഡിൽ കൂടെ ഓടും. ശരിയാ, എടുത്തിട്ട് പോവും എല്ലാം തീർക്കും. നമ്മുടെ വണ്ടി വന്നു ഗൈസ് 202. ഈ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. ഇനി നമുക്ക് ഇതിലെങ്കിലും നേരെ പഞ്ച് ചെയ്ത് പോകും. ഇല്ലെങ്കിൽ അതിൻ്റെ എടുക്കാത്തത്. ഇവിടെ വണ്ടി വന്നു ഗൈസ്. ഫൈനലി ഞങ്ങളത് ഇതിൽ വാലിഡ കേട്ടോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കണ്ടോ. നേരത്തെ എനിക്കൊന്ന് റീജിയൻ മാറിയതിൻ്റെ ആയിരിക്കും അല്ലേ. എന്തായാലും പൊളി, ഒന്നും പറയില്ല, അടിപൊളി. എല്ലാ ബസ്സിനും അടുത്തു ഗൈസ്. ബസ്സിൽ കിടന്ന് ഉറങ്ങാന്നാണ് പറയുന്നത്. ഇവിടെ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട്. 22 സ്റ്റോപ്പുണ്ട്. 22ാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് അടുത്ത ബസ് എടുക്കണം. അടുത്ത ബസ് എടുത്തിട്ട് മാത്രമേ നമുക്ക് തിരിച്ച് പോക്ക് കിടക്കുള്ളൂ. അപ്പം നമുക്ക് ആൾക്കാരെ കയറുന്ന നമുക്ക് കാണാം. ഇതിൻ്റെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. എനിക്ക് നമ്മുടെ പാരീസിൽ വെച്ചിട്ടേ തുഫയിലെ ബസ്സിന് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. ശ്രദ്ധിക്കണം എന്നറിയാം, മൊത്തം ക്ലീനാണ് കേട്ടോ. നോക്കി ഫുള്ള് ക്ലീന് കാര്യങ്ങൾ. അതുപോലെ ഇതുണ്ട്, നമുക്ക് അവിടെ വികലാംഗന് ഇരിക്കാനുള്ള പ്ലേസാണ് ഇത്. അവിടെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ സിമ്പിൾ ഓൾറെഡി ഉണ്ട്. ഇവിടെയൊക്കെ പോർച്ചുഗൽ ടാക്സി നിങ്ങൾക്ക് കാണാം കേട്ടോ. ലിസ്ബണിലെ ടാക്സി കാര്യങ്ങൾ. ഇവിടെയൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ഒരു 2 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അതാണൊരു പ്രശ്നം. ഞങ്ങളത് താമസിച്ച് വന്നപ്പം, ഇത് ഇന്നല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിണ്ടിയിരുന്നു. അത് കഴിഞ്ഞപ്പം ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ. പിന്നെ ഫുഡൊന്നുമില്ല. പിന്നെ ഷോപ്പിൽ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നേരത്തെ തന്നെ ഒരു 1 മണി 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ ഒരു തുറക്കുന്ന ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു 9 മണി 8 മണി 9 മണിയാണ്. പക്ഷെ പാരീസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല തുഫയിലേ, 24/7 കടയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് ടൈമിലാണ് ബുക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഊബർ ഈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എന്താണ് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ അതല്ലാതെ നമുക്ക് കടയിൽ പോയിരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനമില്ല. അതെനിക്കൊരു ഇവിടുത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു ടൗണൊക്കെ അടിപൊളിയാണ്. ഈ ഒരു വരുന്ന ഈ ഒരു ഏരിയാസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയാസൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഏരിയാസാണ്. നമ്മുടെ പോർച്ചുഗലിലെ മെയിൻ ടൗണാണ് കേട്ടോ. പോർച്ചുഗലിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ താമസിച്ച് നടന്ന ഒരു 500 മീറ്റർ 600 മീറ്ററേ ഉള്ളൂ. കാണാൻ മനസ്സിലാവും. വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ്. വ്യാഴാഴ്ച ആയതിനാൽ ഒരുപാട് പേരം, ഇന്ന് വ്യാഴാഴ്ച വൈകിട്ടായതിനാൽ ഒരുപാട് പേരെ നമുക്ക് വീക്കെൻഡ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
നമുക്ക് പാട്ടുകാരനെ കാണാം. അടിപൊളി. നമ്മുടെ ഒരു സ്പാനിഷ് പോർച്ചുഗീസ് ടച്ച് ചെയ്തിട്ടുള്ളൊരു പാടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. തുഫയിലും അടുത്ത് ഗൈസ്, തുഫയിലും അടുത്ത് അവശനായിട്ട് നിലത്ത് കിടക്കാനുള്ള ചാൻസ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇത് തുഫയിലെ ബാഗ് മൊത്തം എന്നെ കൊണ്ട് ജോബിപ്പിക്കുകയാണ്. കണ്ടില്ലേ, തുഫയിലെ ഒരു 10 കിലോ ഉള്ള ബാഗാണ്. അവൻ്റെ ഒരു 5 ദിവസത്തെ ഡ്രസ്സും ഉണ്ട്, പിന്നെന്താണ് അവൻ്റെ പാസ്പോർട്ട് കാര്യങ്ങൾ സകലമായ സാധനം കൊണ്ട് എന്നെ കൊണ്ട് തൂക്കിക്കുകയാണ് ഗൈസ്. എന്താണ് നമ്മളോട് ഇത്രയും വന്ന പയ്യനല്ലേ. അർമസൻ ദോച്ചിയാദോ എല്ലാം അടിപൊളിയാണ് ഏരിയാസ്. ഈ ഒരു ഏരിയ കൊള്ളാം കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനും ഷെബിയും കൂടെ വന്നൊരു ഏരിയയാണ്. H&M ഷോറൂം, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമുള്ള ഏരിയയാണ്. നമുക്ക് മനസ്സിലാവും കാര്യം പ്രീമിയം ലെവലിലുള്ളൊരു ഒരു ഏരിയ ആണിത്. നമുക്ക് ഈ ഒരു ഷോട്ടിൻ്റെ കൂടെ ചാടാൻ ഉണ്ടാകും. കണ്ടില്ല, മൊത്തം വിജനമായിട്ടുള്ളൊരു സ്ഥലം പോലെയാണിത്. നമ്മുടെ ലിസ്ബണിലെ പോർച്ചുഗലിലെ മെയിൻ ക്യാപിറ്റലാണ് കേട്ടോ. അവിടെ വ്യാഴാഴ്ച എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരീസൊക്കെ 24 മണിക്കൂർ നമുക്ക് മൊത്തം ആൾക്കാരെ കാണാം. ഏതാണ് കാണിച്ചേ? ഇത് റെസ്റ്റോറൻറ്റാണ് മുകളിലത്. നമുക്ക് അവിടെ നിന്നൊരു ക്ലിപ്പ് എടുക്കാം. ഗൈസ്, ഇത് മുകളിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് ലിസ്ബണിൻ്റെ മെയിൻ സ്ഥലമാണ് കേട്ടോ. മാർട്ടിൻ മോണീസ് എന്ന് പറയുന്ന ലിസ്ബണിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, വ്യാഴാഴ്ച വൈകിട്ട് ഉള്ള അവസ്ഥയാണ്. ഒരു തിരക്കുകളോ ഒന്നുമില്ല. നാളെ വീക്കെൻഡാണ്. പക്ഷെ എന്നാൽ പോലും വ്യാഴാഴ്ച അതിൻ്റെ ഒരു ഉഷാറോ കാര്യങ്ങളൊന്നുമില്ല. എന്താണല്ലോ അങ്ങനെ ഗൈസ്, മക്ഡൊണാൾഡ്സിൽ വന്ന് ഫുഡ് മേടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണല്ലോ നല്ല തിരക്കാണ്. പക്ഷേ